നട്ടാൽ കുരിപ്പ പോലും മുളയ്ക്കാത്ത പാറപ്പുറം എന്ന് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ അത്തരമൊരു പാറപ്പുറത്തെ പച്ചക്കറികളുടെയും പഴങ്ങളുടെയും പറുദീസയാക്കി മാറ്റിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ യുവ കർഷകയ്ക്കുള്ള അവാർഡ് നേടിയ കാസർഗോഡ് കൊളത്തൂർ ബറോട്ടിയിലെ ശ്രീവിദ്യ എം എന്ന വീട്ടമ്മ. ഏകദേശം ഒരു 5 ക്വിൻ്റലിന് മുകളിൽ വിൽക്കുന്ന തന്നെ ഉണ്ടാവും. റേഷൻ ഫ്രൂട്ട് മാർക്കറ്റിൽ നല്ലൊരു വിലയുള്ള മീനാണിത്, ഗൗരാമി. ഞാൻ മൊത്തത്തിൽ തന്നെ ഒരു 1.5 ക്വിൻ്റലിന് മുകളിൽ ഈ ശീതകാലത്ത് തക്കാളി കൊടുത്തിട്ടുണ്ടായിരുന്നു. നൂറ് മീറ്റർ പടർത്തിയിട്ടിരിക്കുന്ന പാഷൻ ഫ്രൂട്ടും മത്സ്യകൃഷിയും ചെറുതേനീച്ച കൃഷിയും പച്ചക്കറി കൃഷിയുമെല്ലാം സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി കൂടിയായ ശ്രീവിദ്യയ്ക്ക് സമ്മാനിക്കുന്നത് ലക്ഷങ്ങളാണ്. കാണാം ശ്രീവിദ്യയുടെ കൃഷിവിശേഷങ്ങൾ. ചേച്ചി, ഇത്ര മനോഹരമായ ഒരു കൃഷിയിടം സൃഷ്ടിച്ചത് എങ്ങനെയാണ്? സൃഷ്ടിച്ചു പറഞ്ഞാൽ ഞാനിവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പാറയും പിന്നെ കാടൊക്കെ പിടിച്ചൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ നമ്മളൊരു 2014 ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. ഇവിടെ വീട് വെച്ചു. അതിനുശേഷം ഇങ്ങനെ ഓരോ എന്താ പറയുക ചെറിയ രീതിയിൽ ഓരോന്ന് തുടങ്ങിയാണ് ഇപ്പോൾ ഇന്നീ കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. അപ്പം അങ്ങനെ ചെയ്യാൻ നമ്മൾ ആ ഒരു എന്താ പറയുക ഒരു പാഷൻ തന്നെയാണ്, കൃഷിയോടുള്ള ഒരു പാഷൻ കാരണം തന്നെയാണ് ഇപ്പം ഇങ്ങനെ ആക്കാൻ വേണ്ടി എന്നെ കൊണ്ട് സാധിച്ചത്. അപ്പം അതിന് ഒരുപാട് ആൾക്കാർ സഹായം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പഠിച്ചത് ബികോമാണ്, ബികോം കോർപ്പറേഷൻ പഠിച്ചാണ്. പക്ഷേ പഠിച്ചിട്ട് ഇങ്ങനെ കൃഷിയിലേക്ക് വരിക പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ വീട് വെച്ചതിന് ശേഷം ആദ്യമായിട്ട് ചെയ്തൊരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാഷൻ ഫ്രൂട്ട് പന്തലായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുമ്പോൾ നമ്മൾ മരത്തിൻ്റെ തൂണിട്ടായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു വർഷത്തിനകത്ത് പിന്നെ നന്നായി പിടിച്ചു. പിന്നെ ഈ മഴയത്തൊക്കെ നന്നായി വളർന്ന കാരണം ഇത് വെയിറ്റ് താങ്ങാൻ പറ്റാണ്ടായി പൊളിഞ്ഞു വീണു. അങ്ങനെയാണ് ഞാനത് പിന്നെ ലോങ് ടൈമിലേക്കായി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ കമ്പീൻ്റെ പന്തലൊക്കെ ആക്കി ഇപ്പം ഈ ഒരു സ്ഥിതിയിലെത്തിയത്. ഇപ്പോൾ ഒരു 3-4 വർഷത്തോളമായി ഇപ്പം ഈ പാഷൻ ഫ്രൂട്ട് പന്തൽ. ശരിക്കും ജോലിക്കിടയിലും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോലിക്കിടയിലും എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാനിപ്പം അൽഹിന്ദ് ട്രാവൽസിൽ അക്കൗണ്ട്സ് മാനേജറായിട്ട് ഇപ്പോൾ ഉള്ളത് 13 വർഷമായി അവിടെ. സമയം കണ്ടെത്തുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ രാവിലെ ഒരു 8:30 അങ്ങനെ ആകുമ്പോൾ ഇവിടെ എത്തണം. 9:30 to 5:30 ഓഫീസ് ടൈം, പഞ്ചിങ് ആണ്. അപ്പം ഒരു മണിക്കൂറിനടുത്ത് ട്രാവലിംഗ് ഉണ്ട്. ഈ രാവിലെ ഈ പോകുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ രാവിലെ ഈ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് കിട്ടുന്ന ഓരോ ടൈമിലും പറ്റുന്നതൊക്കെ രാവിലെ ചെയ്യും. അത് കഴിഞ്ഞ് പോയി വന്ന് വീട്ടിലൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് പിള്ളേരുടെ കാര്യം നോക്കി പിന്നെ ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അതൊരു രാത്രി വരെ ചെയ്യും. ഇപ്പോൾ ഈ പാഷൻ ഫ്രൂട്ട് നട്ടില്ലേ, ഇത് വെറും പാറൻ്റെ മുകളിലാണ് ഇപ്പോൾ നട്ടിരിക്കുന്നത്. അതിനകത്ത് നട്ട് ഇങ്ങനെ പിന്നെ അതിനകത്ത് ചുറ്റും കുറച്ച് മണ്ണൊക്കെ ഇട്ടാണ് ഇപ്പോൾ ഈ ഇത് നിൽക്കുന്നത് തന്നെ. ഇപ്പം ഇതിൻ്റെ ഫില്ലർ നമ്മൾ കുഴിച്ചിടുന്ന സമയത്തിന് നമുക്ക് ഒരുപാട് പിന്നെ പണിയെടുക്കേണ്ടി വന്നിരുന്നു മരത്തിൻ്റെ ഫില്ലർ ഇടുമ്പോൾ. കാരണം പാറയാണ്. അപ്പോൾ ആ പാറ ഇങ്ങനെ ഇത് കുഴിച്ച് അതിൽ തൂണൊക്കെ വെക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ അന്നേരം ഇതിങ്ങനെ വെക്കുമ്പോൾ അങ്ങനെ ആൾക്കാർ പറഞ്ഞിരുന്നു എന്താ അതിൻ്റെ ആവശ്യമെന്ന്. പക്ഷേ അത് ചെയ്ത് ഇങ്ങനെ പന്തലൊക്കെ ആയി ഇങ്ങനെ പിടിച്ച് കാണുമ്പോൾ അത് ഭയങ്കര ഒരു ഭംഗിയായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ഓരോ കാര്യം ചെയ്യുമ്പം ഇങ്ങനെ അത് ആൾക്കാർ നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പം അതങ്ങനെ ഒരു ഇത് നമുക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എല്ലാം നന്നായി കാണുമ്പോൾ ആൾക്കാർക്ക്. ഈ അടുത്ത് ഇടയ്ക്ക് ഒരു പുരസ്കാരം കിട്ടിയല്ലോ, എന്തായിരുന്നു പുരസ്കാരം? അത് 2021 കിട്ടിയത്. 19-20 വർഷത്തെ 21 കിട്ടിയത് സംസ്ഥാന സർക്കാരിൻ്റെ യുവ കർഷകശ്രീ പുരസ്കാരം. ഹസ്ബൻഡിൻ്റെ ഒരു പിന്തുണ കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു സ്വന്തമായിട്ട് ഇങ്ങനെ ഒക്കെ ചെയ്ത് ഇതുപോലെ ഒരു അവാർഡ് വാങ്ങിക്കാനും ഒക്കെ സാധിച്ചത്. അതില്ലെങ്കിൽ എനിക്ക് എങ്ങനെയും ഇതുപോലെ മുന്നോട്ട് വരാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു പറയുമ്പോഴും അതിപ്പോൾ നമുക്കറിയില്ല അത് സക്സസ് ആവുമോ അത് ഫെയിലിയർ ആവുമോ നമുക്കറിയില്ല. ചിലപ്പോൾ നമുക്ക് ഒരുപാട് പൈസ മുതൽ മുടക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും. ഏത് കാര്യം ഒറ്റയ്ക്ക് എടുത്ത് ചെയ്യുമ്പം നമുക്കത് എന്താവും എന്നറിയാതിരിക്കും, നമുക്കുള്ളിലൊരു ഭയം ഉണ്ടാവും. പക്ഷേ നമുക്ക് കൂടെ നിൽക്കുന്ന ആൾ അതെന്തായാലും ആയിക്കോട്ടെ നീ ഇത് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും അത് ചെയ്യാനുള്ള ഒരു ഓക്കെ എന്തായിക്കഴിഞ്ഞാൽ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതിലേക്ക് ധൈര്യത്തിൽ ഇറങ്ങാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ ആദ്യം ചെയ്തത് ഈ പാഷൻ ഫ്രൂട്ട് കൃഷി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാത്തരം പച്ചക്കറിയും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നെല്ലുണ്ട്,
പിന്നെ മത്സ്യകൃഷിയുണ്ട്, പിന്നെ മുട്ടക്കോഴി, മുയലുണ്ടായിരുന്നു, പിന്നെ മത്സ്യം, പിന്നെ പശു വളർത്തൽ, അതുപോലെ കുറേ വെറൈറ്റി ഫ്രൂട്ട്സ്. അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാത്തരം എല്ലാത്തരം കൃഷിയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ മുട്ടക്കോഴിയൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ബാച്ച് ഇടണം. ബാക്കി പശു, മത്സ്യം അതൊക്കെ ഉണ്ട്. ഫ്രൂട്ട്സ് കുറേ വെറൈറ്റി ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു കൺസെപ്റ്റ് ഫ്രൂട്ട് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിപ്പോൾ ഏകദേശം ഒരു 120-125 വെറൈറ്റി ഇപ്പോൾ നട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 5 ക്വിൻ്റലിന് മുകളിൽ വിൽക്കുന്ന തന്നെ ഉണ്ടാവും പാഷൻ ഫ്രൂട്ട്. പിന്നെ ഇതിൻ്റെ വിത്തെടുത്ത് വെക്കുന്നുണ്ട്, തൈകൾ ഉൽപ്പാദിപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും കളയാനില്ല നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖങ്ങൾ കുറവാണ്, വലിയ അസുഖങ്ങളില്ല. പക്ഷേ ഇപ്പം ഒരു 3 വർഷത്തിന് ഇപ്പം കുറച്ചൊരു ചെറിയൊരു ഇത്, പിന്നെ ഒരു കായ്ച്ച കുത്തിരി അതിലൊരു അസുഖം വരുന്നുണ്ട്. പക്ഷേ ഇത്രയും നാളും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് വളവും കൊടുക്കുക, അതുതന്നെയാണ് ഇതിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനാകെ ഒരു വെറൈറ്റിയാണ് ഉള്ളത്, കാവേരി എന്ന് പറഞ്ഞൊരു ഇനാണ് ഉള്ളത്. പിന്നെ നോർമലി നമ്മളൊരു യെല്ലോ കളറിൻ്റെ ആണ്. കാവേരി എന്ന് പറയുമ്പോൾ യെല്ലോവും പർപ്പിളും മിക്സ് ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ 2 ടൈപ്പ് ഉണ്ട്, പർപ്പിൾ കളറുണ്ട്, യെല്ലോ കളറുണ്ട്. അടുത്തായിട്ടുള്ള ഇതാണ് മിനി അക്വാപോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള. അത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫിഷറീസിൻ്റെ ഒരു സ്കീമിൽ ചെയ്തതാണ്. അത് വനിതകൾക്ക് മാത്രമായിട്ടുള്ളൊരു സ്കീമായിരുന്നു മിനി അക്വാപോണിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ ചെയ്തപ്പോൾ ഒരു വർഷത്തിന് മുകളിലായത്. അപ്പോൾ ഒരു വിളവെടുപ്പ് അത് കഴിഞ്ഞു, രണ്ടാമത്തേതിലിപ്പം കുഞ്ഞുങ്ങൾ ഇട്ടിട്ടില്ല. അതെനിക്ക് തോന്നുന്നു ഒരു കുടുംബത്തിൽ ചെറിയൊരു എന്താ പറയുക ഇതുപോലത്തെ ഒരു മിനി അക്വാപോണിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പച്ചക്കറിയും അതുപോലെ തന്നെ നമുക്ക് മത്സ്യവും നമുക്ക് സ്വന്തമായിട്ട് തന്നെ കിട്ടും. ഇത് ഗൗരാമി എന്ന് പറഞ്ഞ മീനാണ്, ജെയിൻറ്റ് ഗൗരാമി എന്നാണ്. അപ്പം ഇത് ഞാൻ വളരെ ചെറുതിൽ ഇട്ടതാണ് കൊണ്ടുവന്നിട്ട്. ഇപ്പോൾ ഇത് ഏകദേശം 3 മുകളിൽ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്താ പറയുക പെല്ലടി തീറ്റയൊന്നും ആവശ്യമില്ല. നമ്മുടെ വളപ്പിലെ ചേനയുടെ ഇല, ചേമ്പിൻ്റെ ഇല, അതുപോലെ അങ്ങനത്തെ അസോള അതൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഓർണമെൻ്റലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, അതേപോലെ നമുക്ക് കറിക്കും ഉപയോഗിക്കാം. അപ്പം മാർക്കറ്റിൽ നല്ലൊരു വിലയുള്ള മീനാണിത് ഗൗരാമി. മാർക്കറ്റിൽ എനിക്കറിയില്ല, എന്നാലും ഓർണമെൻ്റലായിട്ട് ആകുമ്പോൾ ഒരു 4000 രൂപയൊക്കെ എന്തായാലും കിട്ടും. ഇതാണ് മഴമറ. ഇത് കൃഷി വകുപ്പിൻ്റെ സബ്സിഡിയിൽ ചെയ്താണ് മഴമറ. അപ്പം ഇതിലിപ്പോൾ ഞാൻ എല്ലാ സീസണിലും സാധാരണ മഴമറ കഴിഞ്ഞാൽ മഴക്കാലത്ത് മാത്രം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഴമറ ഉപയോഗിക്കുന്നത്. അപ്പം ഈ വലിയ മഴയൊക്കെ വരുമ്പോൾ നമുക്ക് ഓപ്പൺ പ്ലേസിൽ കൃഷി ചെയ്താൽ അത്ര നമുക്ക് സക്സസ് ആക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം അന്നേരമാണ് ഈ മഴമറ കൊണ്ടുള്ള ഒരു ഉപയോഗം. പക്ഷേ ഞാൻ എല്ലാ ഒരു സീസണിലും ഇതിനകത്ത് കൃഷി ചെയ്തിട്ട് എനിക്ക് സക്സസ് ആക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ അടിയിൽ പാറയതിനാൽ ഞാൻ ഗ്രോ ബാഗ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് മിനി ഡ്രിപ്പ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ മിനി ഡ്രിപ്പ് വഴി നമ്മൾക്ക് ഓരോ ഗ്രോ ബാഗിലേക്കും വെള്ളം ഡയറക്റ്റ് ഇങ്ങനെ പോവും. അപ്പോൾ അന്നേരം നമുക്ക് വെള്ളം ഇങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ വെച്ചിട്ടാണ് ഞാൻ പച്ചക്കറി തൈകൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് എനിക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കാരണം ഇത് ചെയ്തിട്ട് നമുക്ക് 50,000 രൂപയാണ് ഇതിന് സബ്സിഡി കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന ഒരു എമൗണ്ട് നമ്മൾ കയ്യിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതെനിക്ക് ഈ ഒരു വർഷത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പച്ചക്കറിയും ചെയ്ത് തൈകളുണ്ടാക്കി കൊടുത്ത് എനിക്കത് കവറായി വന്നിട്ടുണ്ട്. അപ്പം ഈ മഴമറ പറ്റുന്നവരൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പയർ ഏകദേശം ഒരു 10-60 കിലോ മുകളിൽ കിട്ടിയിട്ടുണ്ടാവും. പയർ അത് നല്ല നീളത്തിലുള്ള പയറാണ്, നന്നായി പിടിച്ചിട്ടുണ്ട്. തക്കാളി അതും ഏകദേശം ഒരു 60 കിലോ. ഞാൻ മൊത്തത്തിൽ തന്നെ ഒരു 1.5 ക്വിൻ്റലിന് മുകളിൽ ഈ ശീതകാലത്ത് തക്കാളി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ തൈ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ വെച്ച തക്കാളിയാണ്, നന്നായി പിടിച്ചിരുന്നു തക്കാളി. ഇത് മുന്തിരി വള്ളിയാണ്. അപ്പം നമ്മൾ പാറപ്പുറത്ത് നമുക്ക് മുന്തിരി സക്സസ് ആകുമെന്ന് അറിയില്ല, എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. അപ്പം നിലവിൽ നന്നായി പടർന്ന് പോകുന്നുണ്ട്. പിന്നെ തണുപ്പ് സമയത്തായിരിക്കും ഇത് പിടിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് ഗോൾഡൻ പപ്പായാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പിടിക്കുമ്പം തന്നെ യെല്ലോ കളർ വരുന്നതാണ് ഇതിൻ്റെ കായ തന്നെ. ഇപ്പോൾ നോർമലി പപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച നിറം ഉണ്ടാവുക, പഴുക്കുമ്പം മഞ്ഞ വരും. പക്ഷേ ഇത് പിടിക്കുമ്പം തന്നെ മഞ്ഞ കളറിലാണ് വരുന്നത്. പഴുക്കുന്ന സമയത്ത് റെഡ് കളറായിട്ട് മാറും. ഇത് ഒരു ചെറിയൊരു റെഡിഷ് ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ വലുതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പറിച്ചു കഴിഞ്ഞു. ഇതിപ്പം
അതിൻ്റെ കുറച്ച് സ്ഥാനത്തേക്ക് എത്തി. അപ്പം കായൊക്കെ വലിപ്പം കുറച്ച് കുറഞ്ഞു. മാർക്കറ്റിൽ ഇതിന് നല്ല വിലയുണ്ട്, കിലോക്ക് എനിക്ക് തോന്നുന്നു 100 രൂപയ്ക്ക് മുകളിലുണ്ട്. പക്ഷേ ഇത് അങ്ങനെ മാർക്കറ്റിൽ കിട്ടുന്നില്ല, നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്നില്ല. ഇത് ബയോഫ്ലോക്ക് മത്സ്യകൃഷിയാണ്. ഇത് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം കൊറോണ സമയത്താണ് സുഭിക്ഷ കേരളം എന്ന ഒരു പദ്ധതിയിൽ ബയോഫ്ലോക്ക് മത്സ്യകൃഷി എല്ലാ ജില്ലകളിലും ആരംഭിച്ചത്. അപ്പോൾ അത് പഞ്ചായത്തും ഫിഷറീസും ഒക്കെ സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. അപ്പം ഇതിപ്പോൾ രണ്ടാമത്തെ മീൻ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇതിൽ ഇട്ടിട്ടുള്ളത്. ഒരു ടൈമിൽ 1250 മീൻ കുഞ്ഞുങ്ങളാണ് നമ്മൾ ഇതിലിടുന്നത്. നമുക്ക് ഫിഷറീസിൽ നിന്ന് തന്നെ അവർ കുഞ്ഞുങ്ങളെ തരുന്നുണ്ട്. ഇതിന് മെയിനായിട്ട് അവർ പറയുന്നത് ഗിഫ്റ്റ് ആണ്, ഗിഫ്റ്റ് തിലോപ്പിയാണ് ഇതിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വനാമി ചെയ്യാം. വനാമി ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ സക്സസ് ആയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത പ്രാവശ്യം ഇപ്പോൾ വനാമി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ പാള ഗ്രോ ബാഗാണ്. നമ്മൾക്ക് പ്രകൃതി സൗഹാർദ്ദ രീതിയിൽ നമ്മൾ ഇപ്പം നോർമൽ ഗ്രോ ബാഗ് വരുമ്പോൾ പ്ലാസ്റ്റിക്കാണ്. അപ്പം ഒരു ടൈം കഴിഞ്ഞ് നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല, അതൊന്നും ഭൂമിക്കൊരു ഭാരമാണല്ലോ. അപ്പോൾ അതിനൊരു പരിഹാരം പോലെ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് കവുങ്ങിൻ്റെ പാള കൊണ്ട് ഗ്രോ ബാഗ് പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനത് ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ട്. ഞാൻ തിരുനനയിലൊക്കെ പാള ഗ്രോ ബാഗ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു വിളവെടുപ്പ് ഇത് കഴിഞ്ഞാൽ നമുക്കത് കളയാം, മണ്ണിലേക്ക് തന്നെ അത് വളമായിട്ട് മാറും. പിന്നെ വേറൊരു ഇത് പറഞ്ഞാൽ മഴക്കാലത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം മഴ കൂടുതൽ വരുമ്പം അത് പാള ദ്രവിച്ചിട്ട് അത് നമുക്ക് പറ്റില്ല. ജബോട്ടിക്കാവ എന്ന ഒരു വെറൈറ്റിയാണ്, മരമുന്തിരി എന്നും കൂടി പറയും. ഇത് വെൽവെറ്റ് ആപ്പിൾ എന്ന് പറയും. 1 വർഷമായതേ ഉള്ളൂ, ഇപ്പം 1 വർഷം ആയില്ല വെച്ചിട്ട്. ഇത് ബാർബറോസ് ചെറിയാണ്. ഇതെല്ലാം എനിക്കൊന്ന് വർഷത്തിലൊരു 3 പ്രാവശ്യമൊക്കെ ഇത് പിടിക്കുന്നുണ്ട്, നന്നായി പിടിക്കുന്നുണ്ട്. ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ പേര് ഇത് വൈൻ ലെമൺ എന്നാണ്. അപ്പം ഇത് നമ്മളെല്ലാവരും വീട്ടിൻ്റെ മുമ്പിൽ ഒരു അലങ്കാരത്തിനും വെക്കുന്നുണ്ട്, അല്ലാണ്ട് ഇത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ജ്യൂസ് അടിച്ചിട്ടൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല വെള്ള കളറിൻ്റെ ഫ്ലവറാണ്. അതേപോലെ കായ് എന്ന് പറഞ്ഞാൽ ആദ്യം പിടിക്കുമ്പം പച്ച വന്ന് പിന്നെ അത് ഒരു മഞ്ഞ അവസാനമാകുമ്പോൾ പ്യൂർ മഞ്ഞ കളറായിട്ടാണ് വരിക. അന്നേരമാണ് ഇത് പരിക്കൽ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ പാറയാണ്. അപ്പം ഇവിടെ നമ്മൾ ഇപ്പോൾ തെങ്ങൊക്കെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ JCB കൊണ്ടൊക്കെ കുഴിയെടുത്ത് അതിലാണ് ഇപ്പോൾ തെങ്ങിൻ തൈ വെച്ചിട്ട് ഇപ്പോൾ ഇത്രയും പോലെ ആക്കിയത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ടൈപ്പ് പാറയായിരുന്നു ഇത്. അപ്പോൾ അതിനൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അന്നേരം കൊടുത്തില്ല. അപ്പോൾ ആ ഒരു പ്രദേശമാണ് ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പൂങ്കാവനാക്കി മാറ്റിയത്. ഇത് ചെറുതേനാണ്. അപ്പം ഞാൻ ചെറുതേൻ കൃഷി ഏകദേശം എനിക്കൊന്ന് 1 വർഷം കഴിഞ്ഞു നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതും അങ്ങനെ തന്നെ നബാർഡിൻ്റെ ഒരു സ്കീം ഉണ്ടായിരുന്നു. അപ്പം അത് ആ ഒരു സ്കീമിൽ ചെയ്താണ്. നമുക്ക് സബ്സിഡി നിരക്കിൽ 10 പെട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു പ്രാവശ്യം വിളവെടുത്തു. ഇതെൻ്റെ മോള്, പേര് രേവതി കൃഷ്ണ, 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി നിൽക്കുന്നുണ്ട്. രണ്ടാമത്തത് മോനാണ്. അപ്പം ഇവരൊക്കെയാണ് എൻ്റെ ഈ കൃഷിയിടത്തിലെ എന്താ പറയണ്ടേ വിജയത്തിന് കാരണം. നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്, വീട്ടിൽ ഇപ്പോൾ പണിയെടുക്കാനും ബാക്കിയെല്ലാം സഹായിക്കുന്നുണ്ട്. ഇത് എൻ്റെ സംരംഭമാണ്. ഞാനിപ്പം കുടുംബശ്രീയുടെ കീഴിൽ തന്നെ 2 സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് പൂങ്കാവനം ജൈവിക പ്ലാൻ നഴ്സറി എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ പൂങ്കാവനം സീഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പം നഴ്സറിയിൽ നമ്മൾ പച്ചക്കറി തൈകളും അതുപോലെ ഫലവൃക്ഷ തൈകളും ഉണ്ടാക്കി കൊടുക്കുന്നു. പിന്നെ സീഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൃഷിയിടത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറിയുടെയും ഇതിൻ്റെയൊക്കെ വിത്തുകൾ നമ്മൾ നല്ല നാടൻ വിത്തിനങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നെ പാക്കറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് എൻ്റെ ഒരു കൃഷിത്തോട്ടം. ഇവിടെ പാറയായിരുന്നു, ഇവിടെ ഞാൻ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് അതിനുശേഷമാണ് ഇപ്പം തെങ്ങും കവുങ്ങും കുരുമുളക് വാഴ പിന്നെ ചേമ്പ് ചേന അതുപോലെ റെഡ് ലേഡി പപ്പായ പിന്നെ പച്ചക്കറി പിന്നെ ഒരു മീൻകുളവും ഉണ്ട്. അവിടുത്തെ കൃഷികളെല്ലാം ഓൾമോസ്റ്റ് ഞാൻ തന്നെ ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പണികൾ വരുമ്പോൾ മാത്രം ഞാൻ പണിക്കാളെ വെക്കും. ഇപ്പം കാടരിയുന്നതും അതുപോലെ എന്തെങ്കിലും നമ്മൾ ഒരുമിച്ച് നടുന്ന സമയത്തൊക്കെ പണിക്കാളെ വെച്ചിട്ട് പിന്നെ ചെയ്യും. അല്ലാണ്ട് ബാക്കി എല്ലാ കൃഷിയും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. 500 മൂടിന് മുകളിൽ ഞാൻ കപ്പ പ്രാവശ്യം നട്ടിട്ടുണ്ട്. മാത്രം ഞാനത് സമയത്ത് കൊടുത്തില്ല, കാരണം അന്നേരം വില ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ സമയത്ത് കപ്പ പുറത്തുനിന്നൊക്കെ വരുന്ന കുറച്ച് കുറവാണ്. അപ്പം ഇപ്രാവശ്യം ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ മഴ വന്നതിന് ശേഷം ഞാൻ ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ നല്ല ഒരു വില കിട്ടുന്നുണ്ട് നമുക്ക്. ഇത് തെങ്ങിൻ്റെ തടത്തിലാണ് ഞാനിപ്പോൾ ഈ എന്താ പറയുക പച്ചമുളകും വെണ്ടയും
ബാക്കി വെള്ളരി ഇതൊക്കെ കൃഷി ചെയ്തത്. അപ്പോൾ നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല. ഇപ്പോൾ സാധാരണ തെങ്ങിൻ തടത്തിലൊന്നും ഇങ്ങനെ പച്ചക്കറിയൊന്നും അങ്ങനെ ചെയ്യാറില്ല ആൾക്കാർ. പക്ഷെ ഞാനിവിടെ ചെയ്ത് എനിക്ക് നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. മനസ്സുണ്ടെങ്കിൽ ഏത് പാറപ്പുറത്തും 100 മേനി വിളയിക്കാനാകുമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ശ്രീവിദ്യ. ശ്രീവിദ്യയുടെ കൃഷിയിലെ ഈ വിദ്യ എല്ലാവർക്കും പ്രചോദനമാകും, അത് തീർച്ചയാണ്.